സൂപ്പർപൊസിഷൻ തിയറത്തിലെ ഏഴാമത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് സർക്യൂട്ട്. 10 ഓമിലൂടെയുള്ള കറണ്ട് അല്ല പവർ കാണാനാണ്. എത്ര പവർ കൺസപ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലം. ആദ്യം പതിവ് പോലെ തന്നെ വിപരീതമായിട്ട് 4 ആംപിയറിനെ കളയാതെ 4 ആംപിയറിന്റെ സോഴ്സിനെ ഓപ്പൺ ചെയ്ത് കളയാതെ എന്ത് ചെയ്യണം, അതിനെ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ കണ്ടുകൊണ്ട് ഗുണിക്കണം. 15 ഇൻറ്റു 4 60. ആ 15 ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ രണ്ടും വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറി. മനസ്സിലായോ? വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ മാതിരി ഒരു വോൾട്ടേജ് സോഴ്സിനെ എടുത്ത് കളയുന്നു, 60 വോൾട്ട് എടുത്ത് കളയുന്നു ബൈ ഷോർട്ട് സർക്യൂട്ട്. അങ്ങനെ ഷോർട്ട് ചെയ്ത സമയത്ത് വോൾട്ടേജ് കളയുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്ത് കളഞ്ഞാൽ 5 ഓം 15 ഓമിന് സീരീസ് ആണ്. 15 പ്ലസ് 5 20 ഓം വരും. ആ 20 ഓം 10 ഓമിന് പാരലലാണ് ഇപ്പോൾ കാണുന്ന ഫിഗറിൽ. അപ്പോൾ 20 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 പ്ലസ് 10 200 ബൈ 30 6.67. ആ സർക്യൂട്ടും കൂടി ഇതായി കഴിഞ്ഞാൽ എന്തായി, ചെറുതായി. അപ്പോൾ പിന്നെ ബാക്കി വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6.67 പ്ലസ് 1 7.67. സോ ഐ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ വരുന്ന വരെ എത്തുന്നത് 2 ഡിവൈഡഡ് ബൈ 6.7.67 0.27 ആംപിയർ. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട ഏതാ, I1 ആണ് വേണ്ടത്. അപ്പോൾ ആ I1 വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ, ഈ ചിത്രം വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവും. I1 എന്ന് പറയുന്ന ഫ്ലോ ചെയ്യുന്നത് 10ലൂടെയാണ്. അപ്പോൾ ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.26 ഗുണം 5 പ്ലസ് 15, അതായത് 20ലൂടെ പോകും. 0.26 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 5 പ്ലസ് 15 30 വരും. കറണ്ട് 0.17 ആംപിയർ വരും. ഇതിൽ 1 ആംപിയർ എന്തുകൊണ്ട് ഉൾപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആംപിയറിലൂടെയാണ് 0.26 ആംപിയർ പോണത്. അപ്പോൾ 2 വോൾട്ട് മാത്രം ഉണ്ടാവുമ്പോൾ 10 ഓമിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.17 ആംപിയർ ആണ്. വീണ്ടും നമ്മൾ 2 വോൾട്ടിന് റിമൂവ് ചെയ്തിട്ട് 60 വോൾട്ടിനെ അവിടെ റിട്ടേൺ ചെയ്തു. 60 വോൾട്ടിനെ റിട്ടേൺ ചെയ്ത സമയത്ത് നമ്മൾ 2 കറണ്ടിന് പേര് കൊടുത്തു. ഒന്ന് I" എന്നും I2 എന്നും. 10ലൂടെ പോകുന്ന കറണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അതിന് 10 ആംപിയർ എന്ന് I2 എന്ന് പേര് കൊടുക്കാൻ കാരണം. 10ഉം 1ഉം പാരലലാണ്. അപ്പോൾ 10 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 പ്ലസ് 1 10 ഡിവൈഡ് ബൈ 11 വരും. ആ കോമ്പിനേഷൻ പിന്നെ എന്ത് ചെയ്യുന്നതാണ്, 60 എന്ന് പറയുന്ന ഒറ്റ ബ്രാഞ്ചായി മാറിക്കഴിഞ്ഞു. 10/11 എന്ന് പറഞ്ഞാൽ 0.9. 0.9 5 15 എല്ലാം സീരീസ് ആണ്. അപ്പോൾ 20.9 എന്ന് വരും. 15 5 20 20.9 എന്ന് വരും. ഓംസ് ലോ പ്രകാരം I2 കാണാൻ പിന്നെ എന്ത് മാത്രം മതി, ഈ I2 I1 അവിടെ ഒന്നായി മാറി. I2 I1 ഒന്നായി മാറിയില്ല, അവിടെ I2 ഇല്ല. സോ എന്തായി മാറി, I" എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 20.9 2.87 ആയിട്ട് മാറി. ആരില്ല, I2 മാത്രമേ അല്ലെങ്കിൽ I" മാത്രമേ ആ സർക്യൂട്ടിലുള്ളൂ. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട.
കാരണം ഏതെങ്കിലും ഒരു കറണ്ടിൻ്റെ പേര് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം 10ന് 1 പാരലലാണ്. 10 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 പ്ലസ് 1 11 0.9 ആംബിയർ ആണ്. 0.9 ആംബിയർ ആകുമ്പോൾ I1 ഡാഷ് I ഡബിൾ ഡാഷ് ആണ് കാണാൻ കഴിയുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 15 പ്ലസ് 0.9 20.9 ആണ്. 60നെ 20.9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ I ഡബിൾ ഡാഷ് എന്ന് പറയുന്ന വാല്യൂ കിട്ടും 2.87 ആണ്. പക്ഷേ ഈ സർക്യൂട്ടിലേക്ക് വീണ്ടും അത് വരയ്ക്കുമ്പോൾ കറണ്ട് രണ്ടായിട്ട് മാറുന്നുണ്ട്. I ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് I2 ആയിട്ട് വേർതിരിയുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അതാണ് കറക്റ്റ്. അപ്പോൾ അത് വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുമ്പോൾ 10 ഓമിലൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കാണേണ്ടത് I2 എന്ന് പറഞ്ഞത്. അപ്പോൾ അതല്ലാത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ഓമാണ്. 1 ഓം ഡിവൈഡ് ബൈ 10 പ്ലസ് 1 11. 2.87 ഡിവൈഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ 0.26 കിട്ടും. അപ്പോൾ നമുക്ക് I1ഉം കിട്ടി I2ഉം കിട്ടി. രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് I എന്ന് പറഞ്ഞാൽ കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ ഈസ് I1 പ്ലസ് I2 ആണ്. I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ 0.17 പ്ലസ് 0.26 ആണ്. കൂട്ടിയാൽ 0.43 കിട്ടും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പവർ ഡെലിവേർഡ് ടു 10 ഓം ആണ്. പവർ ഡെലിവേർഡ് ടു 10 ഓം എന്ന് പറഞ്ഞാൽ I സ്ക്വയർ R ആണ്. 0.4 സ്ക്വയർ ഇൻറ്റു 10 1.85 വാട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.